എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കർമ്മത്തിൽ അബദ്ധം വരുന്നത് പോലെയല്ല വിശ്വാസത്തിൽ അബദ്ധം വരുന്നത്. ഒരു തെറ്റൊരാളിൽ നിന്ന് വന്നുപോയി, അതുപോലെയല്ല വിശ്വാസത്തിൽ വരുന്ന അബദ്ധം. അതാ ഒരാൾ നിസ്കരിച്ചില്ല, അത് കടുത്ത തെറ്റാണ്, അയാൾ തൗബ ചെയ്യേണ്ടതാണ്, ഖളാ വീട്ടേണ്ടതാണ്. പക്ഷേ നിസ്കാരമില്ലെന്നൊരാൾ പറഞ്ഞാലോ നിഷേധിച്ചാലോ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒരാൾ പള്ളിയെ നിസാരപ്പെടുത്തിയാലോ, പള്ളിയിൽ ഒരാൾ കയറിയില്ല, അയാൾ അഥവാ നിസ്കരിക്കാനും മറ്റുമൊന്നും പള്ളിയെ അയാൾ പരിഗണിച്ചില്ല, എന്നാൽ അയാൾ കുറ്റക്കാരനാണ്. പക്ഷേ ഇതെന്തു പള്ളി എന്ന റബ്ബിന്റെ ഒരു ശിആറിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞാൽ അയാളുടെ വിഷയം വിശ്വാസം അബദ്ധത്തിലാണ്, അയാളുടെ ഈമാൻ അപകടത്തിലാണ്. ഇതുപോലെ റബ്ബിന്റെ ഒരു ശിആറിനെയും നമ്മൾ നിസ്സാരമായി കണ്ടുകൂടാ. തെറ്റുകൾ വന്നുപോയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യണം. ഒരു തെറ്റ് വന്നു പോകും പോലെ എല്ലാ ദീനിന്റെ ഒരു ചിഹ്നത്തെ നിഷേധിക്കൽ, ഒരു ശിആറിനെ ആക്ഷേപിക്കൽ. കണ്ടില്ലേ ബഹുമാനപ്പെട്ട അബൂ അബ്ദില്ലാ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു ആരാണ്? 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ മഹാനാണ്. നിരവധി ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹൃദിസ്ഥമാക്കിയ മഹാനാണ്. ബഹുമാനപ്പെട്ട ഇമാമുസ് സുന്നയാണ്, ഇമാമു അഹ്ലുസ് സുന്നയാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങൾ അവിടുത്തെ അയൽവാസിയായ ഒരാൾ കുറെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളാണ്. മഹാനവറുകൾ അതുകൊണ്ട് തന്നെ സലാം മടക്കാറില്ല. അത് ഇസ്ലാമിന്റെ രീതിയാണ്. ഒരു പ്രസ്ഥാനത്തിന് അതിൻ്റെതായ അച്ചടക്ക സമീപനമുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ നിരക്കാത്ത ജോലി ചെയ്താൽ അയാൾക്ക് വാണിംഗ് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യാറുണ്ട്, ഡിസ്മിസ് ചെയ്യാറുണ്ട്. അത് അവരുടെ പദവിയുടെ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് അങ്ങനെയാണ്. ഇതുപോലെയാണ് അള്ളാഹു നിർബന്ധമാക്കി 5 നേരത്തെ നിസ്കാരം അയാൾ നിർവഹിച്ചില്ല, എന്നാൽ ഈ സമുദായം അയാളോട് ചെറിയ അച്ചടക്ക സമീപനങ്ങൾ പാലിക്കണം. ഒരാൾ താരിഖു സ്വലാത്തായി ജീവിച്ചാൽ, കള്ളുകുടിയനായി ജീവിച്ചാൽ, ദീനിന്റെ നിയമത്തെ പരിഗണിക്കാത്തവനാണ്, അയാളോട് മറ്റു മുസ്ലിമീങ്ങൾ ചില സമീപനങ്ങളിൽ മാറ്റം വരുത്തണം. അതൊരു അച്ചടക്ക സമീപനമാണ്. സലാം പറയുന്നില്ല, സലാം അടക്കുന്നില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കേണ്ട ആവശ്യമില്ല. ദീനിന് അതിൻ്റെതായ നിയമമുണ്ട്, ദീനിന് അതിൻ്റെതായ അച്ചടക്ക സമീപനമുണ്ട്. എല്ലാ ഓഫീസുകളിലും ഉണ്ട്, എല്ലാ കാര്യാലയങ്ങളിലും ഉണ്ട്. റബ്ബിന്റെ ദീനിനില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകരുത്. എന്തേ ഒരു മുബത്തദിയിനോട് സലാം പറഞ്ഞുകൂടാതെ പറഞ്ഞത്? അയാൾ അല്ലാഹുവിന്റെ ദീനിൽ ഇല്ലാത്ത ഒരു വിശ്വാസം കടത്തി കൂട്ടിയ ആളാണ്. അയാളോടുള്ള അച്ചടക്ക സമീപനമാണ് സലാം പറഞ്ഞുകൂടാ, മടക്കിക്കൂടാ. ഒരു കള്ളുകുടിയനോട് അതാ സലാം പറഞ്ഞുകൂടാ, മടക്കിക്കൂടാ. എന്തേ? റബ്ബിന്റെ വിലക്ക് പാലിക്കാത്തവനാണ്, അതിനുള്ള അച്ചടക്ക സമീപനമാണ്. അതാണ് അമ്മൽ മുബ്തദിഉ വൽ ഫാസിഖു വലാ യുസല്ലിമു അലൈഹിം വലാ യുറദ്ദു ലഹും. മുബ്തദിഉം ഫാസിഖും അഥവാ തെറ്റായ വിശ്വാസം കടത്തി കൂട്ടിയവനും തെമ്മാടിയും അവർക്ക് സലാം പറഞ്ഞുകൂടാ, മടക്കിക്കൂടാ എന്ന് നവവി ഇമാമുതങ്ങൾ എഴുതി വെച്ചത് അത് ദീനിന്റെ അച്ചടക്ക സമീപനമാണ്. ചില ആളുകൾ അറിയാതെ പറയും മുസ്ലിങ്ങൾക്ക് സലാം പറഞ്ഞുകൂടാ എന്ന് പറയുന്ന ആളുകളാണിവർ എന്ന് ചാടിക്കേറി അങ്ങ് പറഞ്ഞു കളയും. മോനെ, അങ്ങനെയല്ല. വിഷയം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഇയാൾക്ക് സലാം മടക്കാറില്ല. എന്താ കാരണം? ഇയാൾ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അയാളോട് നല്ല ആലിമായ ഒരു മനുഷ്യൻ, നല്ലതുപോലെ ജീവിക്കുന്ന ആളോടും തെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളോടും ഒരു മുസ്ലിയാര് ഒരുപോലെ സമീപിച്ചാൽ ഈ തെറ്റുകാരനോട് ഒരു വെറുപ്പില്ലാത്ത ആളാണ്, തെറ്റിനോട് യോജിപ്പുള്ള ആളാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് ആലിമീങ്ങൾ കൂടുതൽ സൂക്ഷിക്കണം. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോ അങ്ങേയറ്റത്തെ നേതാവല്ലേ, വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരല്ലേ, അയാൾക്ക് സലാം മടക്കുന്നില്ല. ഒരു ദിവസം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ദർസ് നടത്തുമ്പോൾ അതാ ഈ പാപിയായ മനുഷ്യനോടി വന്ന് സലാം പറയുന്നു. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ സലാം മടക്കിയില്ല. ചോദിച്ചു, യാ അബാ അബ്ദില്ലാ, ഓ അബൂ അബ്ദില്ലാ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ, നിങ്ങൾ എന്തേ എന്റെ സലാം മടക്കാത്തത്? ഞാൻ ഉണ്ടായിരുന്ന എന്റെ തെറ്റായ ജീവിതത്തിൽ നിന്ന് ഞാൻ മടങ്ങിപ്പോയി. ഒരു സ്വപ്നം കണ്ട ശേഷം ഞാൻ പിന്നെ തെറ്റു ചെയ്തിട്ടില്ല. ഒരു സ്വപ്നം കണ്ട ശേഷം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ, മഹാനവറുകൾ ചോദിച്ചു, എന്താ മോനെ നീ കണ്ടത്? പറയുകയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൻ നൗമി,
ഞാൻ ഇങ്ങനെ ഉറങ്ങുമ്പോ റസൂലുള്ളാഹിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം കന്നഹു അലാ ഉൽബിൻ മിനൽ അർദി വനാസുൻ കസീറുൻ അസ്ഫല ജുലൂസ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർന്ന ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. താഴെ അതാ ഒരുപാട് ജനങ്ങൾ കൂടിയിട്ടുണ്ട്. ഫയഖൂമു റജുലുൻ മിൻഹും ഇലൈഹി. ഓരോരുത്തരായി എഴുന്നേറ്റ് പോകുന്നുണ്ട് നബി തങ്ങളുടെ അടുക്കലേക്ക്. യഖൂലു യദ്ഉ ലി, നബി തങ്ങളെ അവിടുന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ പോകുന്നുണ്ട്. ഫയദ്ഉ ലഹു, നബി തങ്ങൾ അവർക്ക് ദുആ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഹത്താ ലം യബ്ഖ മിനൽ ഖൗമി ഗൈരി, ഞാനല്ലാത്ത എല്ലാവരും എഴുന്നേറ്റ് പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആരക്കാൻ പറഞ്ഞു. ഫഅറത്തു അൻ അഖൂമ, ഞാനും വിചാരിച്ചു ഒന്ന് എഴുന്നേറ്റ് പോയി ദുആരക്കാൻ പറഞ്ഞാലോ. ഫസ്തഹയൈതു മിൻ ഖബീഹി മാ കുന്തു അലൈഹി, എനിക്ക് നാണം തോന്നി. ഞാൻ തെറ്റുകാരനാണ്, തമ്മാടിയാണ്. ഞാൻ എങ്ങനെ ഹബീബിന്റെ അടുക്കൽ ചെല്ലാനാണ്? ഖാല ലീ, അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിച്ചു, യാ ഫുലാൻ, അല്ലയോ മനുഷ്യ, ലിമ ലാ തഖൂമു ഇലയ്യ, എന്തേ മോനെ എന്റെ അടുക്കലേക്ക് എഴുന്നേറ്റ് വന്നിട്ട് ദുആരക്കാൻ പറയാത്തത്? ഖുൽതു യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, യഖ്തഉനിൽ ഹയാഉ ലിഖബീഹി മാ അന അലൈഹി, ഞാൻ ചെയ്തു പോയ തെറ്റ് ആലോചിച്ചിട്ട് എനിക്ക് വരാൻ നാണമാകുന്നു നബിയേ, എനിക്ക് നാണമാകുന്നു നബിയേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ തെറ്റു ചെയ്തതിൽ നാണം ബോധമുള്ള മോനെ, നീ നല്ലവനാണ്. അങ്ങനെയാണ് നിനക്ക് ബോധമുള്ളതെങ്കിൽ ഫസല്ലി, വരൂ മോനെ, അങ്ങനെ നിസാരമാണ്, ഞാൻ ചെയ്തു പോയ തെറ്റുകൊണ്ട് വന്നുകൂടാ എന്ന നല്ല മനസ്സുള്ളവനാണ്. എന്നാൽ വന്നോ, ഫഇന്നക ലാ തസുബ്ബു അഹദൻ മിൻ അസ്ഹാബി, അവിടെയാണ് എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടത്. തെറ്റ് ചെയ്തു പോയതിൽ നിനക്ക് ദുഃഖമുണ്ട്, തൗബയുടെ മനസ്സുണ്ട്. അതുകൊണ്ട് ഞാൻ പരിഗണിക്കാം. മാത്രമല്ല, ലാ തസുബ്ബു അസ്ഹാബി, നീ എന്റെ സ്വഹാബിമാരെ ചീത്ത പറയുന്നയാളല്ല. ജുമഅക്ക് 2 വാങ്ക് നടപ്പിലാക്കിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ നടപടി ശരിയല്ലെന്ന് പറയുന്ന ആളല്ല. വഫാത്തായ നബി തങ്ങളോട് എന്നെ ജനാസ അടുത്ത് കിടത്തട്ടെ എന്ന് സമ്മതം ചോദിച്ചിട്ടേ കിടത്താവൂ എന്ന് പറഞ്ഞ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ നടപടി തെറ്റാണെന്ന് ചിന്തിക്കുന്ന ആളല്ല. തറാവീഹ് 20 റക്അത്ത് വ്യവസ്ഥാപിതമായ ജമാഅത്തായി നിലനിർത്തി ആദ്യത്തെ കരിഞ്ചന്ത കാണിച്ചതാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ എന്ന് ചിന്തിക്കുന്ന ആളല്ല. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മഹാനാണ്. അഹ്ലു ബൈത്തിന് ബഹുമാനമുണ്ട്, അഹ്ലു ബൈത്തിന് ബഹുമാനമില്ലെന്ന് പറയുന്ന ആളല്ല. സ്വഹാബത്തിനെ ചീത്ത പറയുന്നയാളല്ല. അതുകൊണ്ട് വന്നോ, എന്റെ അടുക്കലേക്ക് വന്നോ, ചെയ്തുപോയ തെറ്റിൽ ദുഃഖമുള്ള മോനെ, അടുത്തേക്ക് വന്നോ. ആരുടെ അടുക്കലേക്കാണ്? എന്റെയും നിങ്ങളുടെ ഈ ഖൽബിന്റെ കാതലായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് ഫദഅലി, എനിക്ക് ദുആ ചെയ്തു തന്നു അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ. ഫന്തബഹതു, ഞാൻ അപ്പോഴങ്ങ് ഞെട്ടി ഉണർന്നു. വഖദ് ബഗദല്ലാഹു ഇലയ്യ മാ കുന്തു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത പാടെ ഞാൻ അതുവരെ ചെയ്തിരുന്ന തെറ്റുകളോട് മുഴുവനും എനിക്ക് ദേഷ്യം വന്നുപോയി, ദേഷ്യം വന്നുപോയി. അതാണ് ബിദ്അത്തുകാരന്റെയും ഫാസിഖിന്റെയും വ്യത്യാസം. തെറ്റു ചെയ്യുന്നവൻ ദീനിനെ വെല്ലുവിളിക്കുന്നവനല്ല, ദീനിനെ പരിഗണിക്കാത്തവരാണ്. അതേ സമയത്ത് സ്വഹാബത്തിനെ കുറ്റം പറയുന്നവൻ ബിദ്അത്തുകാരൻ ദീനിനെ വെല്ലുവിളിക്കുന്നവനാണ്. فقال لنا ابو عبد الله احمد بن حنبل തങ്ങൾ പറഞ്ഞു, يا جعفر يا فلان حدثوا بهذا واحفظوا فانه ينفع
ഓ ജഅഫറേ, ഈ പറയുന്ന ആള് നന്നായി കേട്ടോ, അത് റിപ്പോർട്ട് ചെയ്തു, അത് ഉപകാരപ്പെടും സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്ക്. അല്ലാഹുവേ, ഹബീബായ നബി തങ്ങളോട് അങ്ങേയറ്റത്തെ ഇഷ്കുള്ള ഖൽബ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. മദീനയിൽ ഒരുപാട് തവണ എത്താനും അവിടെ ചെന്നൊന്ന് സലാം പറയുമ്പോൾ മടങ്ങി കേൾക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ഇറക്കണം. ഈ മജ്ലിസിൽ നിന്ന് റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കി തരണം റഹ്മാനേ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ഖ് വെച്ച് നന്നായി സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്ത് മദീനത്തേക്ക് എത്തണം. അത് വസീലയായി നമുക്കൊന്ന് ദുആ ചെയ്യണം. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ.